സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അതിമനോഹരമായ ഒരു ദ്വീപിലേക്കാണ് പോകുന്നത്. ഒരുപക്ഷെ ഈ ദ്വീപിൻ്റെ ഭംഗി ആരും കാണാൻ ഇടയില്ല. എന്നാലും നമുക്ക് ഈ ദ്വീപിൻ്റെ ഭംഗിയും ഇവിടുത്തെ കണ്ടൽക്കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. ഗോപിയേട്ടനാണ് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ ഈ ദ്വീപിലെ ഒരേ ഒരു കാവായ കൂലോം തായക്കാവിന് മുമ്പിലെത്തി. ഇനി ഗോപിയേട്ടൻ പറഞ്ഞു. എൻ്റെ പേര് ചോദിച്ചാൽ വലിയ കുറച്ചെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ആ കാണുന്നത് മണിക്കിണറാണ്. ഈ മണിക്കിണറിലെ വെള്ളം എടുത്തിട്ട് ഇവിടെ നിവേദ്യത്തിന് പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അത് പുഴയാണ്, ഒരു വെള്ളം, അതായത് കഠിന ഉപ്പാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. തൊട്ടടുത്ത് ഏകദേശം ഒരു 3 മീറ്റർ ഉണ്ടാവില്ല ഈ ഒരു വെള്ളം നിറഞ്ഞിരിക്കുന്ന പുഴയും ഈ കിണറും തമ്മിലെ ഡിസ്റ്റൻസ്. എന്നിട്ടും ഈ കിണറിൽ നല്ല വെള്ളം കിട്ടുന്നത് അതൊരു അത്ഭുതമാണ്. പക്ഷേ അല്ല, മിക്ക ക്ഷേത്രങ്ങളും അതിനൊരു ശാസ്ത്രീയ വശമുണ്ട്. ആ വെള്ളത്തിനാണ് ഈ കണ്ടലില് ഒരു പ്രത്യേക ഇനം കണ്ടലുണ്ട്, ഏറ്റവും ശക്തിയുള്ള ഒരു തരം കണ്ടലുണ്ട്. അതിനാ മലയാളത്തിൽ ഉപ്പട്ടി എന്നാണ് നമ്മൾ പറയുക. പക്ഷെ അതിന്റെ ശരിക്കുള്ള നാമം, ശാസ്ത്രീയ നാമം ഉപ്പൂറ്റി എന്നാണ്. ഉപ്പ് ഭൂമിയുടെ വൃക്ക. അതായത് ഒരു വെള്ളത്തിലെ ഉപ്പിന്റെ ലവണത്തിന്റെ അംശം ഈ സാധനം ഊറ്റി നല്ല വെള്ളത്തിന് മാത്രമേ ഇവിടത്തേക്ക് അടത്തിവിടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ നല്ല വെള്ളം കുടിച്ചത്. പക്ഷേ ഇത് ഈ വിശ്വാസത്തിന്റെ അന്ധമായ അതിപ്രസരം പറഞ്ഞാലും നമ്മളെ ബോധം കാടെല്ലാം വെട്ടിത്തടിച്ചിട്ട് അവിടെ നിർമ്മിതികൾ ഉണ്ടാക്കുമെന്നാണ്. ഈ ബോധം കൊണ്ടുണ്ട് ഇത്തരം കാവുകളിലെ ജലസ്രോതസ്, നല്ല വെള്ളത്തിന് കുടിവെള്ള സ്രോതസ്സുകൾ കൂടുതൽ ഈ വിശ്വാസങ്ങളെല്ലാം ഇവിടെ ഞാൻ പറയുന്നത് ബോസ്കാണ് ക്ഷമിക്കണം. ഇവിടെ കാവുകൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം പോലും നമ്മൾ മറന്നു. കാവ് എന്ന് പറഞ്ഞ ചുടുമര കൂട്ടങ്ങളാണ്. ഇതിനാണ് കാവ് എന്ന് പറഞ്ഞത്. അതിനെ സംരക്ഷിക്കാനാണ് അവിടെ നമ്മളെ പൂർവികർ നാഗപ്രതിഷ്ഠ കൊടുത്തത്. കാരണം ഭയപ്പെടുത്തിയിട്ട് ഇതിനെ ആക്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. പക്ഷെ പയ്യെ നമ്മളെന്ത് ചെയ്തു, ആ ബോധത്തിന് മാറിയിട്ട് ആരാധന മാത്രമായി നമ്മളെ ബോധം. അങ്ങനെ ഇത് നമ്മളെന്തായി, നമ്മൾ ഏറ്റവും ജീവസ്രോതസ്സായ ചെറു കാടുകൾ നമ്മൾ കുത്തി നശിപ്പിക്കാൻ. ഇന്ന് ആദ്യം ഒരു കാവില് അല്ലെ ഒരു തെയ്യം കഴിക്കാൻ പോകുമ്പോൾ ആദ്യം ചെയ്യാം തൊട്ടടുത്തുള്ള ഇത് ദ്രോഹം ഉണ്ടാവും. ഇത് തെയ്യത്തിന്റെ മുട്ടൂല, ഇത് നമുക്ക് കൊത്താം. ഇതല്ലേ നമ്മൾ. അപ്പോൾ പച്ചപ്പ് എന്ന് പറയുന്ന സമ്പ്രദായം, അതായത് ജീവന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സ്രോതസ് നമ്മൾ മുച്ചൂടും ഒന്നൊന്നായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തായക്കാവ് എന്ന് പറയുന്ന ഈ ഇവിടെ ഏറ്റവും പ്രസിദ്ധമായ ചൂരൽ വനം, അതാ കാണുന്ന ചൂരലാണ്. അവരില കണ്ട ആ ചൂരക്കാടാണ്. ചൂരക്കാടിന്റെ ഒരു വല്ലാത്ത സമ്പത്ത് ഈ പ്രദേശത്തുണ്ട്. അതിൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു വെള്ള സ്രോതസ്സിലെ ഈ ഭൂമിയിൽ ചൂരക്കാട് ഇത്രയും തഴച്ചു വളരുന്നതാണ് ഒരു പ്രത്യേകത. ഈ സവിശേഷത ദൈവികതയാണെന്ന് പറയുന്നതിൽ നമ്മൾ എതിർക്കുന്നില്ലെങ്കിലും ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് ഓരോ പ്രത്യേകത ഇവിടുത്തെ പ്രദേശം ചൂരൽക്കാട് അതിനുള്ളിലേക്ക് നിങ്ങൾ കയറിയാൽ മനസ്സിലാവും. കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും, അങ്ങോട്ട് പോവാം. ഭയങ്കര വീടാണ്. ഈ കാവ് വർഷങ്ങൾക്ക് മുമ്പ് ചൂരൽക്കാടുകളാൽ ചുറ്റപ്പെട്ടതായിരുന്നു എന്നാണ് സന്തോഷ് പറയുന്നത്. നമ്മൾ അടുത്തത് ഈ കണ്ടൽക്കാടുകളുടെ ഒരു വനപ്രദേശത്താണ് പോകുന്നത്. ഈ കാട്ടിനുള്ളിൽ എനിക്കെന്തായാലും ഒറ്റയ്ക്ക് പോകാൻ പറ്റുകയില്ല. സന്തോഷിൻ്റെ കയ്യിൽ പിടിച്ചാണ് അവിടെ എത്തിയത്. എന്ത് മനോഹരമാണില്ലേ, പക്ഷികളുടെ കൂജനം, ഒരു ഭാഗത്ത് പുഴയും കാടുകളും. ഒരു വല്ലാത്ത ആംബിയൻസ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക. കണ്ടൽ കാടുകളെ നെഞ്ചിലേറ്റി നടന്ന പൊക്കൂടൻ്റെ കഥ ഇനി ഗോപിയേട്ടൻ പറയും. ഈ പച്ചപ്പിനെ സംരക്ഷിക്കേണ്ട പറ്റിയിട്ട് ഇപ്പം പറയുമ്പം അവർ പലപ്പോഴും തീവ്രവാദികളെ കാട്ടിയും ഇതായിട്ട് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ കണ്ടല് എന്ന് പറയുന്ന കേരളത്തിൽ തന്നെയില്ല കണ്ടലുകളിൽ 18ഓളം ഇനങ്ങൾ, കുറ്റിക്കണ്ടല്, വള്ളിക്കണ്ടല്, പ്രാന്തൻ കണ്ടല്, ഇങ്ങനെയുള്ള 18ഓളം കണ്ടലിൻ്റെ സമ്പത്ത് ഈ പ്രദേശത്തുണ്ട്. കണ്ടലിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അതാ കാണാം, ഇടതൂർന്ന് വളർന്ന വാഗമരത്തിനെ പറ്റിയിട്ട് നമ്മൾ 70 പറ്റി പറയുമ്പോൾ, പക്ഷെ ഇവിടെ പറയേണ്ടി വരിക കണ്ടലിനെ പറ്റിയിട്ടാണ്.
അത്രയും കണ്ടൽ സമ്പന്നമാണ് ഇവിടെ. ഈ കണ്ടലിൽ തന്നെയാണ് ചിലപ്പോൾ ഈ പ്രദേശത്തിനെ സംരക്ഷിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗം തന്നെയാണ് ഈ കണ്ടൽ വെച്ച് പിടിപ്പിക്കാനുള്ള പല പദ്ധതികളും. അതെ, അതായത് കരയൊലിപ്പിനെ തടയുക എന്നുള്ളതാണ് കണ്ടലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കണ്ണുങ്ങ കണ്ടത് ഈ കണ്ടൽ ഇതൊക്കെ ഇവിടെ ആരും നട്ടുവളർത്തിയൊന്നുമല്ല, ഇത് തന്നെ ഒലിച്ചു വന്ന് ഇവിടെ വളർച്ചു പോകുന്നതാണ്. അന്ന് ഒരു കാലത്ത് ഇതൊന്നും ആയിരുന്നില്ല കണ്ടൽ സമ്പത്തിന്റെ ഇത്. പക്ഷെ എന്തോ അല്ല, പൊക്കുടിനെ പോലെയുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ എന്താണ് കണ്ടലെന്ന് നമ്മളൊന്നും തിരിച്ചറിയില്ലായിരുന്നു. സത്യം. തികച്ചും കണ്ടല് എന്നാണെന്നും കണ്ടല് ഭൂമിനെ മനുഷ്യരാശിനെ എങ്ങനെ ഇതാക്കുന്നു കാണിച്ചു തന്നൊരു മഹാനാണ് പൊക്കുടൻ. മറക്കാൻ കഴിയില്ല. ആ വഴി പോകുമ്പോൾ എപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് പൊക്കുടനെ സ്മരിച്ചിട്ട് പോകും. കാരണം സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന ഒരാളാണ് ശരിക്കും. അതെ അല്ലേ, ഒരു മഹാപ്രതിഭ. പക്ഷെ എന്തോ ഇതൊന്നും ആർക്കും വേണ്ടാത്തതാണ്. അയാളെ വേഷം പോലും ഇഷ്ടമല്ല, അല്ല ആർക്കും കാണുന്നേ ഇഷ്ടമല്ല അല്ല, ഒരു അധകൃത അങ്ങനെയല്ലാന്ന് ചിന്തിക്കുന്നു. ചെറുവിന്റെ ഹിസ്റ്ററി ഇത് നമ്മൾ ഞാൻ നടക്കില്ല പറഞ്ഞുകൂടാ. ഇത് പറഞ്ഞ അല്ല പറയാൻ പറ്റൂല. ഒറ്റപ്പെടുത്തി കളയില്ല. കയറൂണിയച്ഛനെ പറ്റി എല്ലാം പറയുമ്പോണ്ടല്ലോ, അന്ന് ആ കൊളറ ബാധിച്ച സമയത്ത് ഈ രോഗികളെ ശവം കൊണ്ടുപോകാൻ പോലും ആളില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴും സ്വന്തം ജീവനെ പോലും വില വെക്കാതെ ഈ കോളറ ബാധിച്ച വീട് അതിന് കയറി ഇറങ്ങി അവരെ പരിചരിച്ച ഒരു മഹാൻ തന്നെയാണ് ഈ കയറൂണിയച്ഛൻ. പക്ഷെ കയറൂണിയച്ഛൻ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനം പോലും പലപ്പോഴും ഈ കയറൂണിയച്ഛന ഒരു അവസാന ഘട്ടത്തിൽ അതൊരു വെറും ഒരു ഇതിന്റെ പ്രശ്നം. ഇപ്പൊ നമുക്ക് ടിപ്പു സുൽത്താനെ പറ്റി പറയുമ്പം രണ്ടു വട്ടം ചിന്തിക്കണം. കാരണം നമുക്ക് മനസ്സിൽ തോന്നുന്നത് ഇപ്പം പറയാൻ പറ്റൂല. ആരെല്ലോ നിലനിൽപ്പിനെ ബാധിക്കും. അതുകൊണ്ട് അവരെ ഇത് നമ്മളെ നിർത്തി അവരെ അമ്പുകൾ നമ്മളെ നിർത്തിയിട്ട് അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്ത് വേണം, നമുക്ക് മനസ്സിൽ തോന്നിയത് പറയാൻ വേണ്ടി കഴിയില്ല. അല്ല, വസ്തുതാപരമായിട്ടുള്ള പറയാൻ കഴിയില്ല. അത് പറയുമ്പം ഇപ്പോൾ ടിപ്പു സുൽത്താനെ പറയുമ്പം 2 വർഷത്തിന് നമ്മൾ കൊണ്ടുപോകാൻ കഴിയണം. അത് ഒരിക്കലും കഴിയും. തൊട്ടടുത്ത് കടലാണല്ലോ. വേലിയേറ്റ സമയങ്ങളിൽ ഇവിടെ വെള്ളം ഒലിച്ചു വന്ന് പല വേസ്റ്റുകളും ഇവിടെ കൊണ്ടിടും. കുറേ പൊട്ടിയ കുപ്പിച്ചില്ലുകളും പ്ലാസ്റ്റിക് സാധനങ്ങളും കാണാം. ഇപ്പോൾ നമ്മൾ ആ ശീതള ചായയിൽ നിന്ന് പൊരിവെയിലുള്ള ഈ വലിയ വയൽപ്പറമ്പുകൾ കടന്ന് നാട്ടിലേക്ക് വരികയാണ്. അതായത് നാട് എന്ന് തന്നെ പറയണം. കാരണം മറ്റൊരു ലോകത്തായിരുന്നു നമ്മൾ ഇത്ര നേരവും. കൂടെ ഗോപിയേട്ടനും സുധീറും സന്തോഷും എനിക്ക് വലിയൊരു താങ്ങായി നിന്നു. ഇനി ഞാൻ വരുമ്പോഴെല്ലാം ഇവരുടെ സഹായം എനിക്കിപ്പോഴേ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഇവിടെ ഒരു പ്രശസ്തമായ കാവുണ്ട്. അവിടെ തെയ്യം കിട്ടുന്നത് ഒരു സ്ത്രീയാണ്, ദേവക്കൂത്ത്. അടുത്ത മാസമാണ് ഉത്സവം. അപ്പോൾ ഞാൻ വീണ്ടും വരും. അപ്പോൾ ഇവരൊക്കെ എന്നെ വീണ്ടും സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ മറ്റൊരു വിശേഷവുമായി മറ്റൊരു ചെറുകുന്നിലുള്ള മറ്റൊരു തെയ്യത്തിൻ്റെ വിശേഷമായി ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഉറപ്പായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.